അല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പോയിട്ട് ഞങ്ങളൊരു അങ്ങേ പുകഴ്ത്തിക്കൊണ്ടൊരു പാട്ട് എഴുതിക്കോട്ടെ എന്ന് പോയി അസോസിയേഷൻ ചോദിച്ചിട്ട് എഴുതിയ പാട്ടാണെന്ന് ഞാനിതിനെ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ പോയി നോക്കി ഇന്നത്തെ ഒരു മാധ്യമം പത്രം രാവിലെ ഒരു തിട്ടൂർ എഴുതിക്കുക ഇങ്ങനെ ഒരു സ്തുതി പാടില്ല. കഴിഞ്ഞ 10-12 വർഷമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആകെ 3 പാട്ടുകളാണ് വന്നത്. 3 പാട്ടുകളെ കണ്ണേ കരളെ VSA എന്നില്ലാത്ത വിളിച്ചപ്പോൾ ഉണ്ടാവാത്ത ആവേശം, ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ശൈലി വെച്ചിട്ട് വെട്ടാൻ നോക്കുന്ന ശൈലി ശരിയല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞ ആ വരികളിലേക്ക് നോക്കിക്കേ. നിങ്ങൾ അസോസിയേഷനല്ല ആ പാട്ട് എഴുതി നോക്കുക, ഒരു സ്വതന്ത്ര പാട്ടുകാരനാണ് ഈ പാട്ട് എഴുതിയെങ്കിലും വെക്കുക. മുഖ്യമന്ത്രി കോവിഡിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. രണ്ടാമതൊരു സംവിധാനം ഒരു തുടർ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഈ പാർട്ടിയിലുണ്ടാക്കി. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കഴിവ് തന്നെയല്ലേ. കഴിഞ്ഞ 14 2 ടേമുകളായിട്ട് എത്ര അഴിമതിയിൽ എത്ര മന്ത്രിമാരെ കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. ആ പറഞ്ഞ സംവിധാനത്തെ മുഴുവൻ അച്ചടക്കത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു പാട്ട് പുകഴ്ത്തി എന്ന് പറഞ്ഞിട്ട് രാവിലത്തെ പത്രത്തിൻ്റെ ലൈൻ അടക്കം എഴുതി വെച്ചു. എന്തൊരു ഉത്തരവാദിത്തമാണ് കേരളത്തിലെ പത്രങ്ങൾക്ക് എന്നറിയാം. ഒരു തിട്ടൂരാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. എല്ലാം വരികൾ അച്ചട്ടായിട്ട് എഴുതി വെച്ചിരിക്കണം. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നിപ്പയിൽ KK ശൈലജ ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. KK ശൈലജ നിങ്ങൾ കോവിഡിനെ നേരിടുന്നതും നിങ്ങൾ നിപ്പയെ നേരിടുന്നതും ശൈലജ നിപ്പയുടെ പേര് അല്ല. ഉണ്ണി സാർ 2 സെക്കൻഡ് മുന്നേ പറഞ്ഞില്ല VS അച്യുതാനന്ദനെ കുറിച്ച്. ഉണ്ണി സെക്കൻഡ് 2 സാർ മുന്നേ എന്താ പറഞ്ഞേ? എന്താ പിന്നെ അവിടെ ഇടുക്കിയിൽ സ്ഥലം സോളാറിനെതിരെ നടപടി സ്വീകരിച്ചതും VS അച്യുതാനന്ദന്റെ കഴിവായിട്ട് ഉണ്ണി സാർ 2 മിനിറ്റ് അതേ കഴിവ് എന്താ പിണറായി വിജയന് പാടില്ലേ? ഞാൻ പറഞ്ഞത് VS അച്യുതാനന്ദൻ പാർട്ടിക്കകത്ത് സമരം നടത്തുമ്പോഴും തന്റേതായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ ശ്രമത്തിനെതിരായിട്ട് സംഘടനയെ മുന്നിൽ നിർത്തി PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ കിട്ടിയ സംവിധാനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെയുടെ ആരാധകരുണ്ടാവുക. പാർട്ടി സെക്രട്ടറി ഇപ്പൊ എന്താ MP ഗോവിന്ദ മാഷിന് ഇതുപോലെ പാർട്ടി സെക്രട്ടറി നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയ ആളല്ലേ VS അച്യുതാനന്ദൻ അല്ലെ? ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇതൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അന്ന് ഈ പാർട്ടിയെ സംഘടനയെ ശക്തമാക്കി നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനാ സെക്രട്ടറിയാണ്. ആ പാർട്ടിക്ക് മുകളിൽ വളരാനോ അതിനപ്പുറത്തൊരു ഇമേജ് ഒരു പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയും ഒരു മുഖ്യമന്ത്രിയുടെ ശൈലിയും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നായനാര് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും EMS മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോഴെല്ലാം അവരെ ശൈലിക്ക് അനുസരിച്ച് ഒരു ആരാധക വൃന്ദം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സംവിധാനം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംവിധാനത്തിൽ ഉണ്ടായുള്ളൂ. അതിൽ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ആരാധകരുണ്ടായ ഒരു പാർട്ടി സെക്രട്ടറിനെ സാർ പറഞ്ഞുകൊണ്ടാ ഇതുപോലെ പുകഴ്ത്ത് പാട്ട് എഴുതിയ ഒരു സമയം പറഞ്ഞുകൊണ്ടാ. മുഖ്യമന്ത്രി ആയതുകൊണ്ട് വരുന്നതാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവർക്കെതിരെ പാട്ട് പാടാനും ശൈലി. ഇപ്പം ഞാൻ പറയട്ടെ, എത്ര ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഈ ഉമ്മൻചാണ്ടിനെ ഇഷ്ടപ്പെടുന്ന എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കേരളത്തിൽ? ഇല്ലേ? എത്രയോ നേതാക്കന്മാരുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലി നല്ലതാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരില്ലേ കേരളത്തിൽ? അവരെ ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരില്ലേ? അത് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് കാരണം എന്തുകൊണ്ടാണ്? അത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു ആരാധക വൃന്ദം ഉണ്ടാവും മുഖ്യമന്ത്രി ആകുമ്പോൾ. ആ മുഖ്യമന്ത്രി എന്നുള്ളത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ഉള്ളിൽ വരാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ വരാൻ പാടില്ല എന്നുണ്ടോ? ഇത് പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇന്നത്തെ പത്രം ചെയ്ത പണി എന്താ? ഇന്നത്തെ പത്രം നാളെ വരാൻ പോകുന്ന ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ടെടുത്ത് ഇന്നിടുകയാണ്. ആ ഇന്നിടുന്ന നാളെ അവർ ഇന്ന് രാത്രി തീരുമാനിക്കുകയാണ് നാളെ പാടണ്ട എന്ന് ആ അസോസിയേഷൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇന്ന് മുഖ്യമന്ത്രിക്ക് വന്ന ഡാമേജിന് ആര് മറുപടി പറയും? ഈ പത്രം പറയോ ഈ ഡാമേജിന്? ഇത് മുഴുവൻ ഈ മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടിട്ട് ഇതിനകത്തെ ഒരു കൗശലം കൂടി കാണാമോ? മുഖ്യമന്ത്രി ഒരു വേദിയിൽ വെച്ച് തന്നെ പുകഴ്ത്തി സംസാരിക്കാൻ വന്ന അവതാരകനോട് പറഞ്ഞ വാക്കുകൾ ഇതേ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അവതാരകനോട് കയർത്ത് എന്ന രീതിയിൽ അവതാരകയോട് കയർത്ത് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് ഇതേ മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ പ്രശംസിച്ച് പറയുമ്പോൾ പിണറായി വിജയൻ തന്നെ പുകഴ്ത്തിയ ഒരാൾ സംസാരിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് അപക്വം.
ഇനി പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിച്ചാലോ? പിണറായി വിജയൻ അവര് പറഞ്ഞത് ഒറ്റ നിലപാടേ ഉള്ളൂ. അവര് പിണറായി വിജയനെ പോലെ 70 വർഷമായിട്ട് പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാള് ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞിട്ട് പോകുമ്പോ അവതാരം പറയാം ഗംഭീര പ്രസംഗം കാഴ്ചവെച്ചു. അത് വളരെ അബക്കമാണ് അവതാരക. അത് അബക്കം തന്നെയാണ്. അത് അവതാരകയുടെ അബക്കമാണ്. അതാ ഞാൻ പറഞ്ഞത്. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ എന്നാ വിമർശിച്ചത് മാധ്യമങ്ങൾ ആ അവതാരകയെ എന്താണ് അപമാനിച്ചു എന്ന മട്ടിലാണ്. അതാണ് പ്രശ്നം സാർ. മുഖ്യമന്ത്രി അവരുടെ അബദ്ധതയാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞ ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 70 വർഷം പബ്ലിക് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരു പ്രസംഗം നടത്തിയിട്ട് പോകും, നല്ല മനോഹരമായ പ്രസംഗം കാഴ്ചവെച്ച തെറ്റാണ് എന്നുള്ള ആണല്ലോ എന്ന് പറഞ്ഞാൽ ആ പുകഴ്ത്തി പ്രസംഗത്തെ കുറിച്ച് പിണറായി വിജയൻ പരസ്യമായ വേദിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പാട്ട് ആസ്വദിക്കുന്ന, സ്തുതിപാഠനം ആസ്വദിക്കുന്ന ഒരു മുഖ്യമന്ത്രി അത് അവിടെ കാണാൻ കഴിഞ്ഞു? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ എന്റെ വാദം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നാളെ ഈ പരിപാടി നടക്കുന്നതിന് മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്താണ് പരിപാടി നടക്കുന്നതിന്റെ അതിന്റെ ഡീറ്റെയിൽ എല്ലാം മുഖ്യമന്ത്രി കണ്ടിട്ട് നടക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ നടക്കാൻ പോകുന്നുണ്ടോ? അതിന് മുൻപ് ഇന്ന് തന്നെ ഒരു ദിവസം മുന്നേ ഒരു പത്രം അടിച്ചിറക്കുകയാണ്. എന്ത് രാവിലെ ലൈൻ അടക്കം നാളെ നടക്കാൻ പോകുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വരികളടക്കം എഴുതി കൊടുക്കുകയാണ്. അപ്പൊ അതിനെന്താണ് അതിന്റെ മുഖ്യമന്ത്രി ഇന്ന് തന്നെ മുഖ്യമന്ത്രി എന്ന് പറയണോ? അയ്യോ അങ്ങനെയൊന്നും പാടില്ല, എന്ത് നല്ലതല്ലേ ഉണ്ണി സാറേ. ഞാൻ പറയുന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഈ സംവിധാനത്തെ എടുക്കുന്നത്. കാരണം എന്താണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയെ പൂഴ്ത്തി ഒരു പാട്ട് പാടാൻ കേരളത്തിൽ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയാണ് പോകുന്നത്? ഞാൻ എല്ലാം നിങ്ങൾ വിട്ടുന്നറിയോ? രാഹുൽ ഗാന്ധിനെ കുറിച്ച് പുകഴ്ത്തി പാടാം, നരേന്ദ്രമോദിനെ കുറിച്ചും BJP നേതാക്കന്മാരെ കുറിച്ചും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ചും പുറത്തു പാടാം. CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരാളെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ പാടില്ല. അന്നേരം പറയും അപ്പം നിങ്ങൾ കൊണ്ടുവരും കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് പാടില്ല എന്നുള്ളത്. ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ പറയുന്നത് എന്താ അറിയോ അരുൺ സാറേ? അതാണ് ഞാൻ പറയുന്നത്. CPM-ന്റെ ഏതെങ്കിലും ഘടകമോ CPM-ന്റെ ഏതെങ്കിലും നേതാക്കന്മാരോ ഇനി CPM-ന്റെ ഏതെങ്കിലും സെക്രട്ടേറിയറ്റോ ആരെങ്കിലും ഇത് ഓൺ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ഈ പരിധി ചെയ്യുകയാണെങ്കിൽ പറയാം. കേരളത്തിലെ ജനങ്ങളോട് ഇത് ചെയ്യണ്ടെന്ന് പറയുന്നതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാകാത്തത്. ഏതർത്ഥത്തിൽ അത് അങ്ങനെ പറയുന്നത്? നിങ്ങൾ പറയുന്ന ഒരു കാര്യം ശരിയാണ്. എന്താ അറിയാവോ, നാളെ നടക്കാനിരിക്കുന്ന ഒരു പരിപാടിയെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി നടക്കാനെങ്കിൽ പരിപാടി ഇല്ല. അത് ഇന്ന് പിന്നെ പത്രത്തിൽ അച്ചടിച്ചു വന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്. നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് അത് തെറ്റാണ് എന്ന് പറയുന്നത് ഇന്ന് അച്ചടിച്ചു വന്നത്. അത് അവിടുത്തെ സംഘടന തീരുമാനിക്കേണ്ടത്. അല്ല, ഇതിനകത്ത് പറയട്ടെ, നാളെ നടക്കാനിരിക്കുന്ന ഒരു പരിപാടിയെ കുറിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ചാൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ പരിപാടി നമ്മൾ മുഖ്യമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ആരൊക്കെ ആ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയണം, എവിടെ നടക്കും അറിയണം, എന്തൊക്കെ ചടങ്ങുകളുണ്ടെന്ന് അറിയണം. ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനകത്ത് കൺസെന്റ് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടിയൊക്കെ അവിടെ ഉണ്ട്. ഈ 100 പേര് പാട്ട് പാടും എന്നുള്ളതും ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കില്ല. ആ പാട്ട് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് കേട്ടോ, നല്ല സംഗീതമൊക്കെയാണ്. ആ പാട്ടും നല്ല ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യത്തിൽ മാത്രമല്ല, EMS-നെയും കെ നായരനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. കെ കരുണാകരൻ ഒരു വേദിയിൽ എടുത്തിട്ട് ഇങ്ങനെ പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ഇരുത്തിട്ട് ഒരു പാട്ട് നടന്നിട്ടുണ്ടോ? നടക്കാനിരിക്കുന്ന കാര്യം സുജയുടെ സമയമാണ്. സുജയ, Meet the editors.